everyone. Theory of structures third module ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക്കിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മൾ വരയ്ക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: an overhanging beam of span 5 meter and which has overhanging portion 1 meter from left end. The beam carrying a UDL of 1 kilonewton per meter over a 3 meter from right end and 2 kilonewton load at the free end of overhanging portion. Draw SFD and BMD. Okay. അപ്പോൾ ഇത് വെച്ചിട്ട് ഫിഗർ വരയ്ക്കണം. ഡ്രോ SFD and BMD ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഓവർഹാങ്ങിങ് ബീം ഓഫ് സ്പാൻ. ഓക്കെ, അപ്പോൾ ഓവർഹാങ്ങിങ് ബീം വരയ്ക്കണം. ഓവർഹാങ്ങിങ് ബീം വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ലെങ്ത് 5 മീറ്റർ ആണ്. ഓക്കെ, overhanging portion 5 meter and it has a overhanging portion 1 meter from left end. ഇതിന്റെ overhanging portion വരുന്നത് 1 meter from left end. ഇതാണ് റൈറ്റ് എൻഡ്, ഇത് ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡ് നിന്ന് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഞാനൊരു 1 മീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെയാണ് ഓവർഹാങ്ങിങ് ആയിട്ടുള്ള പോർഷൻ വരുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് എൻഡിൽ പിന്നെ വേറെ ഓവർഹാങ്ങിങ് പോർഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് വരും. ഇതാണ് ഓവർഹാങ്ങിങ് ആയിട്ടുള്ള പോർഷൻ 1 മീറ്റർ. ഓക്കെ, ദെൻ ദി ബീം ക്യാരിങ് എ UDL ഓഫ് 1 kilonewton meter. UDL ആണ് ഓവർ 3 മീറ്റർ ഫ്രം റൈറ്റ് എൻഡ്. ഒരു 3 മീറ്ററിൽ 1 kilonewton meter per UDL ആക്ട് ചെയ്യുന്നുണ്ട്. അത് 3 മീറ്റർ ഫ്രം റൈറ്റ് എൻഡ് ആണ്. അത് റൈറ്റ് എൻഡിൽ നിന്ന് 3 മീറ്റർ, ഒരു 3 മീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 3 മീറ്റർ, ഈ 3 മീറ്റർ ഒരു UDL വരുന്നുണ്ട്. 1 kilonewton per meter. ഓക്കെ, and 2 kilonewton load at the free end of overhanging portion. ഈ ഓവർഹാങ്ങിങ് പോർഷന്റെ ഫ്രീ എൻഡിൽ ഒരു 2 kilonewton പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 kilonewton. ഇതാണ് ഫിഗർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ഫിഗർ ഡയറക്റ്റ് തരാണെങ്കിൽ ഇപ്പം അതിന്റെ ആവശ്യം വരുന്നില്ല, എങ്കിൽ പോലും ഫിഗർ വരയ്ക്കാൻ വേണ്ടി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന കേസിൽ പേര് കൊടുക്കാൻ പോവാണ്. പേര് നൽകാൻ പോവാണ്. എ കൊടുത്തു, ബി, സി, ഡി. ഓക്കെ, പേര് നൽകുന്നത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ലോഡ് വരുന്ന പോയിന്റ് വരുന്ന കേസിലൊക്കെ എ, ബി ഓരോ പേര് കൊടുക്കുക. ദെൻ UDL ആണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഓരോ പോയിന്റ് കൊടുക്കുക. പിന്നെ ആ ബീം അവസാനിക്കുന്ന സ്ഥലത്തും ഒരു പോയിന്റിൽ പേര് കൊടുക്കുക. ഓക്കെ, ABCD. ഓക്കെ, ഇനി ചെയ്ത് നോക്കാം. ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ RB, RD എന്നാണ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് വരുന്നുണ്ട്, അത് കണ്ടെത്തണം. RB then RD. ഓക്കെ, അപ്പോൾ നമുക്ക് RBയും RDയും ആദ്യം കണ്ടെത്തണം. ഫസ്റ്റ് ഇക്വേഷൻ സിഗ്മ V = 0. ഇതെല്ലാം ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. RBയും RDയും കാണാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ചെയ്ത് നോക്കാം. അപ്വേർഡ് ഫോഴ്സ് RB, ഫസ്റ്റ് ഫോഴ്സ് കൊണ്ട് തുടങ്ങാം. ഫസ്റ്റ് ഫോഴ്സ് 2 ആണ്, 2 ഡൗൺവേർഡ് ആണ്, അപ്പോൾ -2 കൊടുത്തു. then RB upward plus RB minus UDL ആണ് 1 into 3. ഓക്കെ, 1 kilonewton per UDL over 3 meter. 3 meter മൾട്ടിപ്ലൈ ചെയ്താലുള്ളൂ അത് പോയിന്റ് ലോഡ് ആവുക. അപ്പോൾ 1 into 3 then plus RD = 0. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -2 ഉണ്ട്, -3 RB -2 plus RB -1 into 3 3 സൈഡ് മൈനസ് ആണ്, -3 plus RD = 0. -2 -5 എന്ന് പറഞ്ഞാൽ -3 എന്ന് പറഞ്ഞാൽ -5 plus RB plus RD = 0. RB plus RD = ഈ 5 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. 5 ഇക്വേഷൻ നമ്പർ 1. ഞാൻ ഇക്വേഷൻ മാറ്റി എഴുതുന്നുണ്ട്. RB plus RD = 5 ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ സിഗ്മ MB ആണ് എടുക്കുന്നത്. MB എടുക്കാം, MD എടുക്കാം. ഞാൻ MB എടുത്തു. സിഗ്മ MB = 0. ഓക്കെ,
ഞാൻ ഈ ലോഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അവസാനം ലോഡ് ചെയ്യാം. ഫസ്റ്റ് RB ഇൻറ്റു 0. നമുക്കറിയാം ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അബൌട്ട് B. ഡിസ്റ്റൻസ് എല്ലാം പോയിന്റ് ബിയിലോട്ടാണ്. RB ഇൻറ്റു ഡിസ്റ്റൻസ് അറ്റ് B എന്ന് പറഞ്ഞാൽ 0. RB ഇൻറ്റു 0 മൈനസ് അടുത്തത് UDL ആണ് 1 ഇൻറ്റു 3. അതിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 1 ഇൻറ്റു 3. ഓക്കെ. ദെൻ ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് ആക്ട് ചെയ്യുക, UDL പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ ആക്ട് ചെയ്യുക ഈ ഒരു പോയിന്റിലാണ്, ഇതിന്റെ സെന്ററിലാണ്, 3ന്റെ സെന്ററിലാണ്. ഈ സെന്റർ മുതൽ ഈ പോയിന്റ് മുതൽ നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റുള്ള ഡിസ്റ്റൻസ് ഇത് 1.5. ഇവിടെ ഒരു 1 മീറ്റർ വരും. ടോട്ടൽ ഇത് 3, ഇത് 1, ടോട്ടൽ 5 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ വരും. 1 മീറ്റർ പ്ലസ് 1.5, 1 പ്ലസ് 1.5. ഓക്കെ. അടുത്ത ലോഡ് RD ആണ്. RD ഇൻറ്റു B വരെ ഡിസ്റ്റൻസ് എന്താ 3 പ്ലസ് 1 4. അതിന് സെപ്പറേറ്റ് കാണിക്കുന്നില്ല, 4 ആയിട്ട് എഴുതാണ്. ഇവിടെ മുതൽ B വരെ ഡിസ്റ്റൻസ് RD മുതൽ RD ഇൻറ്റു ഡിസ്റ്റൻസ് 3, ഇവിടെ മുതൽ ഇതൊരു 3 പ്ലസ് 1 4. ഇനിയാണ് ഒരു ടിസ്റ്റിംഗ് ആയിട്ട് ഒരാളെ കാര്യം വരാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡൗൺവേർഡ് ഉള്ളതെല്ലാം ഈ ഒരു B എന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് ഡൗൺവേർഡ് ഉള്ളതെല്ലാം നെഗറ്റീവ് കൊടുത്തു, അപ്വേർഡ് പോസിറ്റീവ് കൊടുത്തു. ഇങ്ങനെ വരുന്ന കേസിൽ എന്ന് പറഞ്ഞാൽ ഓവർഹാങ്ങിങ് പോർഷൻ വരുന്നത് റൈറ്റ് എൻഡിലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയാണ് ചെയ്ത് പോയത് അതുപോലെ തന്നെ ചെയ്ത് പോയായിരുന്നു. കാരണം ഡൗൺവേർഡ് എടുത്തിട്ട് അടുത്ത ലോഡ് ഇവിടെ വരുന്നെങ്കിൽ ആ ലോഡിന്റെ ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ. പക്ഷെ ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ B എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ സൈഡ് നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം സപ്പോർട്ട് റിലേഷൻ കാണുന്ന കേസിലും വരാം. ഓക്കെ. അപ്പൊ ഞാനത് ഇതുവരെയുള്ളത് സപ്പോർട്ട് റിലേഷൻ കാണുന്ന പ്രോബ്ലം ആണ്. അപ്പൊ അത് അതിന്റെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഈ സപ്പോർട്ട് റിലേഷൻ കാണുന്ന ഫസ്റ്റ് മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് വരാം. ഓക്കെ. അതായത് RB ആൻഡ് RD കാണുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അങ്ങനത്തെ കേസിൽ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലുള്ളത് സൈൻ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡൗൺവേർഡ് ശരിക്കും സൈൻ വരിക നെഗറ്റീവ് ആണ്. നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. പ്ലസ് 2 ഇൻറ്റു ഡിസ്റ്റൻസ് ലോഡ് മുതൽ B ഡിസ്റ്റൻസ് 1. ഓക്കെ. ഈക്വൽ ടു 0. RB ഇൻറ്റു 0 ആണ് 0. 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3. 1 പ്ലസ് 1.5 എന്ന് പറഞ്ഞാൽ 2.5. 2.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 7.5 പ്ലസ് 4 RD പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു 0. ദെൻ മൈനസ് 7.5 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 5.5 മൈനസ് 5.5 പ്ലസ് 4 RD. ഈ മൈനസ് 7.5 പ്ലസ് 2 എങ്ങനെ മൈനസ് 5.5 എന്ന് അറിയാത്ത ആളുകളല്ല സയന്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക. മൈനസ് 7.5 പ്ലസ് 2 എന്ന് ടൈപ്പ് ചെയ്യുക. ഈക്വൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ആൻസർ നോക്കുക. മൈനസ് 5.5 ആയിരിക്കും. ഓക്കെ. ദെൻ 4 RD ഈക്വൽ ടു മൈനസ് 5.5 ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ 5.5. RD ഈക്വൽ ടു 5.5 ബൈ 4. ഓക്കെ. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1.375 കിലോ ന്യൂട്ടൺ. ഓക്കെ. അത് ക്വസ്റ്റ്യൻ നമ്പർ 2 കൊടുത്തു. RD ഈക്വൽ ടു 1.375 കിലോ ന്യൂട്ടൺ ക്വസ്റ്റ്യൻ നമ്പർ 2 കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇക്വേഷൻ 2 in 1 എന്നാണ്. ഇക്വേഷൻ 2 in 1. ഓക്കെ. 2 ഇതാണ് 1ൽ പ്ലേസ് ചെയ്യുക. RB പ്ലസ് RD. RD എന്ന് പറഞ്ഞാൽ 1.375 ഈക്വൽ ടു 5. RB ഈക്വൽ ടു 5 മൈനസ് 1.375 3.625 കിലോ ന്യൂട്ടൺ എന്നുള്ള ആൻസർ ലഭിക്കും. അപ്പോൾ RB ഈക്വൽ ടു 3.625, RD ഈക്വൽ ടു 1.375. ഓക്കെ. അപ്പൊ നമുക്ക് RBയും RDയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഷിയർ ഫോഴ്സ് കാണണം. ഞാൻ ചെയ്തു പോവാണ്. ഷിയർ ഫോഴ്സ് ഫസ്റ്റ് സെക്ഷൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇതിനിടയിൽ കട്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസിനെ x എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ.
ഈ ഡിസ്റ്റൻസിന് എക്സ് എന്ന് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന രണ്ട് ലോഡാണ്. സെക്ഷന്റെ ഷിയർ ഫോഴ്സ് കാണുന്ന സമയത്ത് സെക്ഷന്റെ റൈറ്റ് സൈഡ് മുകളിലോട്ട് വരുന്നത് അപ്വേർഡും ഡൗൺവേർഡ് വരുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഞാൻ റീജിയൻ എടുത്തു ഡി ടു സി ഡിസ്റ്റൻസ് 0 to 3. ഓക്കെ, മാർക്ക് ചെയ്തു. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു അപ്വേർഡ് വരുന്ന ഫോഴ്സ് 1.375 ഡൗൺവേർഡ് വരുന്ന ഫസ്റ്റ് ലോഡ് UDL ആണ്. 1 into നമ്മുടെ ഡിസ്റ്റൻസ് എക്സ് ആണ്, 1 into x. ഓക്കെ, 1 into x വന്നു, 1 into x into, അപ്പൊ അത് 1 into x എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആയി 1 into x. ഓക്കെ, then ഷിയർ ഫോഴ്സ് at D is equal to 1.375 minus 1 into x ന്റെ പോയിന്റ് D ന്റെ ഡിസ്റ്റൻസ് എത്രയാ? 0 മാർക്ക് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ 1.375 കിലോ ന്യൂട്ടൺ. ഓക്കെ, അതായത് 1 into 0 ക്യാൻസൽ ആയി പോകും, 1.375 കിലോ ന്യൂട്ടൺ. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് at C is equal to 1.375 minus 1 into x ന്റെ പൊസിഷനിൽ C ഡിസ്റ്റൻസ് 3 കൊടുക്കുക. അപ്പോൾ 1.375 minus 1 into 3 വന്നു കഴിഞ്ഞാൽ മൈനസ് 1.625 കിലോ ന്യൂട്ടൺ. ഓക്കെ, മൈനസ് 1.625 കിലോ ന്യൂട്ടൺ വരും. ഓക്കെ, അപ്പോൾ ഡി കിട്ടി, സി കിട്ടി. ഞാനത് മാറ്റി എഴുതുന്നുണ്ട്. ഷിയർ ഫോഴ്സ് അറ്റ് ഡി is equal to 1.375. ഷിയർ ഫോഴ്സ് അറ്റ് C is equal to minus 1.625 minus 1.625. ഓക്കെ, ഇനി ഞാൻ അടുത്ത സെക്ഷൻ എടുക്കാൻ പോവാണ്. അപ്പൊ ഈ സെക്ഷൻ ഇവിടെ ഉണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ ഒരു T to C എന്നുള്ള സെക്ഷൻ ഇവിടെ എടുത്തു. ഇനിയുള്ള രണ്ട് സെക്ഷൻ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്, ലെഫ്റ്റ് നിന്ന് അങ്ങോട്ട് പോവാണ്. കാരണം ഒന്നല്ല, ഇവിടെ UDL വരുന്നുണ്ട്. ഞാൻ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളില്ല, കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് സെക്ഷൻ എടുക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടുത്ത സെക്ഷൻ ഇവിടെ കട്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസിനെ X എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ചെയ്ത് നോക്കാം. ഷിയർ ഫോഴ്സ് A to B എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് 0 to 1. ഓക്കെ, ഷിയർ ഫോഴ്സ് ഈക്വൽ ടു സെക്ഷൻ കട്ടുന്ന സമയത്ത് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിന്റെ സൈൻ ഓപ്പോസിറ്റ് വരിക. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവും ആണ്, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ നേരെ ഓപ്പോസിറ്റ് വരും. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് നെഗറ്റീവും ഡൗൺവേർഡ് പോസിറ്റീവും. ഓക്കെ, അപ്പൊ ഡൗൺവേർഡ് വരുന്ന ലോഡാണ് 2 കിലോ ന്യൂട്ടൺ. ഡൗൺവേർഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്തു 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി വേറെ ലോഡുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് A is equal to 2 കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് A കഴിഞ്ഞാൽ B is equal to 2 കിലോ ന്യൂട്ടൺ. ഇങ്ങനെ എക്സിന്റെ ടൈം ഇല്ലാത്ത കേസിൽ നമുക്ക് ഇതേ ആൻസർ താഴെ എടുത്ത് ഓരോ പോയിന്റും ആക്കി എഴുതിയാൽ മതി. എക്സ് വരുന്ന കേസിൽ അതിന്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഷിയർ ഫോഴ്സ്. അപ്പൊ ഈ AB സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഒരു സെക്ഷനാണ്. ഇതിനാണ് ഈ എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഈ സെക്ഷന്റെ റൈറ്റ് ഓർ ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഷിയർ ഫോഴ്സ് ഡിസ്റ്റൻസ് അവസാനം ചെയ്ത് 1 ആണ്. 1 to ഇവിടെ എത്തുമ്പോൾ എന്താവും? 2 മീറ്റർ ആവും. 2 മീറ്റർ. പേര് B to C 1 to 2 മീറ്റർ. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോസിറ്റീവ് ആണ്. അപ്വേർഡ് നെഗറ്റീവും വരും. അപ്പോൾ അപ്വേർഡ് നെഗറ്റീവ് ആയിട്ട് മൈനസ് 3.625. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 - 3.625. ആൻസർ വരിക
minus 1.625 kilonewton. Then shear force at B is equal to minus 1.625 kilonewton. Shear force at B near C is equal to minus 1.625 kilonewton. Okay. ഇതിൽ നേരിട്ട് ആൻസർ ചെയ്താൽ കാരണം ഇതിൽ എക്സിന് ടേം ഒന്നും വരുന്നില്ല. എക്സിന് ഒരാൾ എന്നുണ്ടെങ്കിൽ നമ്മളത് ഈ വാല്യൂ ബിയും സിയും എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വാല്യൂ ചെയ്ത് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വാല്യൂസ് എല്ലാം മാറ്റിയിരുന്നുണ്ട്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഇപ്പോ ഇങ്ങനെ വന്നത് ഡി വന്നു സി വന്നു, ഇനി സി ബി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ തിരിച്ചും പോകാം. ഒരു കാര്യം ചെയ്തു ഡി സി സി ബി. അപ്പൊ സി എന്ന് പറയുമ്പോൾ അടുത്ത പോയിന്റ് ഇതാണ്, ഓപ്പോസിറ്റ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി. വീണ്ടും സിയിൽ വരുമ്പോൾ minus 1.625. ഓക്കെ, then shear force at B minus 1.625. ഇനി അടുത്ത ഈ കേസിൽ B 2 kilonewton. then at A 2 kilonewton. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ എഴുതുന്നുള്ള ഡൗട്ട് ആവും, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം ഡി എടുത്തു, അപ്പൊ ഡി കണ്ടു, സി കിട്ടി, സി കണ്ടു. നമ്മൾ ചെയ്തു പോയത് എ കണ്ടു, പിന്നെ ബി കണ്ടു, പിന്നെ ഇതിൽ ബി കണ്ടു, സി കണ്ടു. അപ്പൊ ഞാനിത് ഫിഗർ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ തന്നെ വാല്യൂസ് എടുത്തതിന് ശേഷം മാറ്റി എഴുതിയിട്ടുള്ളത്. എഴുതുമ്പോൾ ഈ ഓർഡറിൽ എഴുതിയിട്ടുള്ളത് ഒന്ന് ഷഫിൾ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ എടുത്ത ഓർഡർ ഇത്രേ ഉള്ളൂ. അത് ഡി സി കണ്ടപ്പോൾ ഡിയും സിയും എടുത്ത് എഴുതി. പിന്നെ ഇവിടെ നിന്നാണ് കണ്ടുപോയത്. അപ്പൊ ഡി സി കണ്ടു, ഞാൻ അടുത്ത സിത്തെ പോയിന്റ് വീണ്ടും ചെയ്തപ്പോൾ അവസാനം എടുത്തത്. അപ്പൊ സി ആണ് എടുത്ത് ചെയ്തു. ദെൻ ബി ആണ്, ബി കണ്ട പോയിന്റ് ഇതാണ്, മാറ്റി എഴുതി. ദെൻ അടുത്ത എ ബിയിൽ വരുന്ന കേസിൽ എ ബിയിൽ 2 kilonewton എയില്. ഇത് ഇങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബോർഡിൽ സ്പേസ് കുറവ് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് ഓരോ റീജിയൻ എടുക്കുന്ന സമയത്ത് വരയ്ക്കുന്ന സമയത്ത് ഓരോ റീജിയൻ ഇപ്പൊ സി ഡി എടുത്തു, അപ്പൊ സി ഡിത്തെ വാല്യൂ എത്രയാ 1.375, അപ്വേർഡ് പോസിറ്റീവ് ആണ്, സി ഡൗൺവേർഡ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് കൂട്ടി വരയ്ക്കുക. അടുത്ത് ബി സിയിലെ റീഡിങ് എത്രയാ, ബിസിയിൽ 1.65ഉം 1.65 സിയിലും രണ്ടും മൈനസ് ആണ്, രണ്ടും താഴോട്ട് വരയ്ക്കുക, കണക്ട് ചെയ്ത് വരയ്ക്കുക. അടുത്ത് എയും അതുപോലെ ചെയ്യാം. എടുത്തിട്ട് എയുടെ റീഡിങ് എത്ര, ബിയിൽ ഓരോ സോൺ എടുക്കുമ്പോഴും അവിടുത്തെ റീഡിങ് വെച്ചിട്ട് അവിടെ വരയ്ക്കുക. അപ്പൊ എ ബിയിൽ വരയ്ക്കുന്ന സമയത്ത് എയിലും ബിയിൽ റീഡിങ് ഇവിടെ വരികയാണ്, ആ റീഡിങ് അവിടെ അത് അവിടെ വരച്ച് തീർക്കുക. അടുത്ത സോൺ എടുക്കുക, അതിന് വില വെച്ച് വരച്ചു പോകുക. അപ്പൊ തെറ്റില്ല. അപ്പൊ ഇതിന്റെ റൂൾസ് ഒന്നും ഇങ്ങനെ ഈ കാര്യത്തിലുള്ള റൂൾസ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ബെൻഡിങ് മൂവ്മെന്റ് കൂടെ കാണാനുണ്ട്, ചെയ്ത് നോക്കാം. ബെൻഡിങ് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കട്ട് ചെയ്തു. ഇത് 3 മീറ്റർ ആണ്. സെക്ഷൻ കട്ട് ചെയ്യാൻ ഇത്രയും റൂളൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന സോണിന്റെ അകത്തായിരിക്കണം, അത്രേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസിന് എക്സ് എന്ന് മാർക്ക് ചെയ്തു. ബെൻഡിങ് മൂവ്മെന്റ് ആദ്യത്തെ സോണ് D to C, ഡിസ്റ്റൻസ് 0 to 3. ഓക്കെ, then bending moment is equal to അവിടെ വരുന്ന ലോഡ്, ഫസ്റ്റ് ലോഡ് 1.375 ആണ്. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന കേസിൽ സാഗിങ് അല്ലെങ്കിൽ ഹോഗിങ് നോക്കിയിട്ടാണ് സൈൻ എടുക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ലോഡിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അതുണ്ടാകുന്ന മൊമെന്റ് സാഗിങ് ആയിരിക്കും. അപ്പൊ അത് പോസിറ്റീവ്. ഇവിടെ വരുന്ന യൂഡിയലിൽ ഡൗൺവേർഡ് ആണ്, അപ്പൊ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അത് നിർമ്മിക്കുന്നത് ഹോഗിങ് ആയിരിക്കും. ആ സാഗിങ് ഹോഗിങ് പ്രത്യേകം സ്പെഷ്യലായി പഠിക്കുക. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് റോഡുകൾ പരസ്പരം മാറാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു ഫസ്റ്റ് ലോഡ് 1.375, അതിന്റെ എഫക്ട് സാഗിങ് ആയതുകൊണ്ട് പോസിറ്റീവ് 1.375 ഇൻറ്റു എക്സ്, ബെൻഡിങ് മൊമെന്റ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ലോഡ് മുതൽ നമ്മുടെ സെക്ഷൻ വരെയുള്ള ആ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, അടുത്ത ലോഡ് എന്നുള്ളത് യൂഡി അല്ല, ഡൗൺവേർഡ് ആണ്, അതിന്റെ എഫക്ട് ഹോഗിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈനസ് ആണ് സൈൻ. ഓക്കെ, 1 kilonewton ആണ്. ആദ്യം അതിനെ പോയിന്റ് ലോഡ് ആക്കണം. 1 into x മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത 1 into x മൾട്ടിപ്ലൈ ചെയ്ത് പോയിന്റ് ലോഡ് ആയി. അപ്പൊ അത് ഈ സെക്ഷന്റെ സെന്ററിൽ ആക്ട് ചെയ്യും. അപ്പൊ ഇനി സെന്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് x/2, അതുപോലെ ഇങ്ങോട്ടും x/2. ഓക്കെ, അപ്പൊ ലോഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ എന്താണ് ഈ പോയിന്റ് ലോഡ് ആക്കിയ ലോഡ് 1 into x ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അവിടെ മുതൽ ആ സെന്റർ മുതൽ ഈ സെക്ഷന്റെ ഡിസ്റ്റൻസ് x/2. നമുക്ക് ഇക്വേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ബെൻഡിങ് മൊമെന്റ് at D is equal to 1.375 into
ഡി ഡിസ്റ്റൻസ് എത്രയാ 0, അപ്പൊ എക്സിനോട് 0 മൈനസ് 1 ഇൻറ്റു എക്സിനോട് 0 ഇൻറ്റു 0/2. ഓക്കെ, അപ്പൊ ഈ ടേം 0 ഈ ടേം 0, ആൻസർ 0 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാൻ പോണത് ബെൻഡിങ് മൊമെന്റ് അത് ഡി കഴിഞ്ഞാൽ സി. സിയില് ഈ ക്വസ്റ്റനിൽ നമ്മൾ എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1.375 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 3 ഇൻറ്റു 3/2. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 4.125 മൈനസ് 3 ഇൻറ്റു 3 2 4.5 4.125 മൈനസ് 4.5 ചെയ്ത് കിട്ടുന്ന ആൻസർ മൈനസ് 0.375 കിലോന്യൂട്ടൺ മീറ്റർ എന്നുള്ള ആൻസർ ലഭിക്കും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ വാല്യൂസ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഫസ്റ്റ് വൺ ഡി ഈസ് ഈക്വൽ ടു 0 കിലോന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കഴിഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു മൈനസ് 0.375. ഓക്കെ, ഇനി അടുത്ത സോൺ നോക്കാം. അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു, ഞാനിത് ഇനി മാറ്റുന്നൊന്നുമില്ല. ദെൻ അടുത്ത ഞാൻ ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷിയർ ഫോഴ്സ് എടുത്ത പോലെ തന്നെ ലെഫ്റ്റ് നിന്ന് എടുത്തു പോവാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് സോണ് എ ടു ബി, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 0, അവിടെ എത്തുമ്പോൾ 1 ആവും. 0 to 1 മീറ്റർ. ദെൻ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു, ഞാൻ സെക്ഷൻ കട്ട് ചെയ്തു, ഈ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, ഇത് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്, ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ മൊമെന്റ് വരെ ഇങ്ങനെയാണ്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് ഹോഗിങ് ആണ്. ഹോഗിങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിൽ നെഗറ്റീവ് 2 ഇൻറ്റു എക്സ്. ഈ ലോഡ് മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ 2 ഇൻറ്റു എക്സ്. വേറെ ലോഡുകളൊന്നുമില്ല, അപ്പോൾ അതോട് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു എക്സിന്റെ ഡിസ്റ്റൻസ് എ എന്ന് പറയുമ്പോൾ 0, 2 ഇൻറ്റു 0 0 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ കഴിഞ്ഞാൽ ബി മൈനസ് 2 ഇൻറ്റു ബിയിലെ ഡിസ്റ്റൻസ് 1 മൈനസ് 2 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി അടുത്ത സോൺ എടുക്കുകയാണ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ എ ബി കഴിഞ്ഞു, അടുത്ത് ബി സി. ബി ടു സി ഡിസ്റ്റൻസ് 1 to 2 മീറ്റർ. ഓക്കെ, 1 to 2 മീറ്റർ. ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു, ഞാൻ ഈ സെക്ഷൻ ഇവിടെ ഉണ്ടാവില്ല, പുതിയ സോണാണ്. അടുത്ത സെക്ഷൻ വരെ ഇതിന്റെ ഇടയിലാണ്. ഇതിനിടയിൽ വരുന്ന 2 ലോഡ്, ഒന്ന് 2 കിലോന്യൂട്ടൺ, ഒന്ന് RB. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഫസ്റ്റ് ലോഡ് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു എക്സ്, അത് മൈനസ് ആണ് വരിക, നെഗറ്റീവ് ആണ് വരിക, കാരണം ഇതിന്റെ എഫക്ട് നമുക്ക് പറയാം ഹോഗിങ് ആണ്. അടുത്ത ലോഡ് RB ആണ്. RBന്റെ എഫക്ട് ആണ് മൊമെന്റ് വരെ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് മേക്ക് ചെയ്യുക. സാഗിങ് ആണ്, സാഗിങ് അതുപോലെ തന്നെ പോസിറ്റീവ്. RBന്റെ വാല്യൂ എന്നുള്ളത് 3.625 ഇൻറ്റു ഡിസ്റ്റൻസ് വേണം, മൊമെന്റ് ആണ്, മൊമെന്റ് ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ലോഡ് മുതൽ ഈ സെക്ഷൻ വരെ ഡിസ്റ്റൻസ്, ഇവിടെ മുതൽ ഡിസ്റ്റൻസ് വരുള്ളൂ. അപ്പൊ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ്, ഇവിടെ മുതൽ ഈ സെക്ഷൻ ഡിസ്റ്റൻസ് എക്സ്, ഈ ഡിസ്റ്റൻസ് 1. അപ്പൊ എക്സ് മൈനസ് 1 ചെയ്താൽ ഈ ഡിസ്റ്റൻസ് ലഭിക്കും, എക്സ് മൈനസ് 1. ഓക്കെ, ഇനി സോൾവ് ചെയ്ത് നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ് 1 പ്ലസ് 3.625 ഇൻറ്റു എക്സിന് 1 മൈനസ് 1. ദെൻ മൈനസ് 2 കിട്ടി, മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 2 പ്ലസ് 3.65 ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0, 3.65 ഇൻറ്റു 0 ആണ് 0. അപ്പോൾ 2 വരുമ്പോൾ 2 കിലോന്യൂട്ടൺ മീറ്റർ. ഞാൻ സെപ്പറേറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈക്വൽ ടു മൈനസ്, ഈ കേസിലുള്ള മൈനസ് 2 ഇൻറ്റു എക്സിന്റെ ഡിസ്റ്റൻസ് സി ആവുമ്പോൾ 2, മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 3.625 ഇൻറ്റു
എക്സ് എന്ന് പറഞ്ഞാൽ 2 2 മൈനസ് 1. ഓക്കെ, അപ്പോൾ മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 4 പ്ലസ് 3.625 ഇൻറ്റു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3.625 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3.625 മൈനസ് 4 പ്ലസ് 3.625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 4 പ്ലസ് 3.625 ആൻസർ ലഭിക്കാം മൈനസ് 0.375 മൈനസ് 0.375 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഞാൻ ആ ആൻസർ സെപ്പറേറ്റ് മാറ്റി തരുന്നുണ്ട്. എത്ര ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫിഗർ മാറ്റി വരയ്ക്കണം. ഇത് നേരെ താഴോണം ഷിയർ ഫോഴ്സിലേക്ക് വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ ശ്രദ്ധിക്കുക. 1.375 മൈനസ് വാല്യൂ പ്ലസ് വാല്യൂ, മൈനസും പ്ലസ് വരുന്നുണ്ട്. ഇപ്പൊ രണ്ട് ഭാഗത്തും വരയ്ക്കേണ്ടി വരും. ലൈനിന്റെ ടോപ്പിലും ബോട്ടത്തിലും വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള സ്പേസ് രണ്ട് മുകളിലും താഴെ കൊടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ ഓക്കെ ദെൻ ഡിയില് ഷിയർ ഫോഴ്സ് ഡി 1.375 അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണ്, അപ്വേർഡ് വരച്ചു. മറ്റേ സി മൈനസ് 1.625 ഇവിടെ വരുമ്പോൾ മൈനസ് വാല്യൂ ആണ് സിയിൽ. അപ്പോൾ 1.375 വലുതാണ് ന്യൂമറിക്കലി 1.625. ഈ ലൈനേക്കാളും കുറച്ച് ലെങ്ത് ആയിട്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ രണ്ട് ലൈൻ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കർവ് വരയ്ക്കണോ സ്ട്രെയിറ്റ് വരയ്ക്കണോ. ഇതിന്റെ നിങ്ങൾ ഈ ഒരു ഷിയർ ഫോഴ്സ് അറ്റ് സി ഡിയിലുള്ള ഇക്വേഷൻ നോക്കുമ്പോൾ അതിന്റെ എക്സ് വരുന്നുണ്ടാവും. എക്സിന്റെ പവർ 1 ആയിരിക്കും. അതുകൊണ്ട് 1 ആയതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ വാല്യൂ 1.375 കിലോ ന്യൂട്ടൺ. ദെൻ ഇവിടെ വരുന്ന ലോഡ് എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് സിയിൽ വീണ്ടും 1 മൈനസ് 1.625. ദെൻ ബി നോക്കാം. സിയിൽ വീണ്ടും സെയിം റീഡിങ് വന്നതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ശരിക്കും ആക്ച്വലി ഇതിന് മുകളിൽ ലൈൻ വരയ്ക്കാനുള്ളതാണ്. ദെൻ അറ്റ് സി എന്ന് പറയുമ്പോൾ സി കഴിഞ്ഞ് ബി മൈനസ് 1.625. അപ്പോൾ ബിയിലും സെയിം വാല്യൂ രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഉള്ളത് 1.625. ഓക്കെ, 1.625. അറ്റ് പി വീണ്ടും ബി വരുന്നുണ്ട്. ബിയിൽ നോക്കും 2 കിലോ ന്യൂട്ടൺ. 2 അതുകൊണ്ട് അപ്വേർഡ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്തിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, ഇനി ഏഴ് നോക്കൂ, വീണ്ടും 2 കിലോ ന്യൂട്ടൺ. ലൈനൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക ബോർഡിലാകുമ്പോൾ. ഓക്കെ, ദെൻ ഏഴ് വീണ്ടും 2 ആണ്. 2 രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അപ്വേർഡ് വരച്ചത്. കണക്ട് ചെയ്ത് വരയ്ക്കാം. എത്രയാണുള്ളത് 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, എ ബി സി ഡി. ഓക്കെ, ദെൻ ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടെ വരയ്ക്കാനുണ്ട്. അവിടെ വരച്ചു നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് പോലെ തന്നെ അതിലായിട്ട് ശ്രദ്ധിക്കുക, 0 ഉണ്ട്, മൈനസ് ഉണ്ട്, മൈനസ് വാല്യൂ എല്ലാം മൈനസും 0 ആണ്. അപ്പൊ എനിക്ക് മുകളിൽ വരയ്ക്കാം. ഓക്കെ, ഡിയിൽ എത്രയാ 0. അപ്പൊ ഡിയിൽ 0 മാർക്ക് ചെയ്തു. സിയില് മൈനസ് 0.375 ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ നേരെ വരുന്ന പോയിന്റാണ് മൈനസ് 0.375. മൈനസ് അതിന് താഴോട്ട് 0.375 ചെറിയ വാല്യൂ ആണ്. ഓക്കെ, ഒരു ലൈൻ വരച്ചു. ദെൻ ഈ രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോഴാണ് പ്രശ്നം വരിക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണോ കർവ് വരയ്ക്കണോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സി ഡി എന്ന സോണിൽ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ സി ഡിയിൽ വരുന്ന ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. അവിടെ എക്സ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നൊരു ടേം ഇവിടെ വരുന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ 2x അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ വരുന്നുണ്ടെങ്കിൽ എക്സിന്റെ പവർ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർവ് ആക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് കർവാണ്. ഓക്കെ, കർവാക്കി വരയ്ക്കാം.
Then അടുത്ത സിയിൽ വീണ്ടും നോക്കാം. അറ്റ് സി മൈനസ് 0.375 സെയിം വാല്യൂ ആണ്. ദെൻ ബിയിൽ നോക്കാം. ബിയിൽ നോക്കുമ്പോൾ -2 ആണ്. -2 എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. -0.375 വലിയ ഡയറക്റ്റ് ആണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ബിയിൽ അഗൈൻ -2. ദെൻ എയില് അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യാം. ഇവിടെ കർവ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ യു ഡിയിൽ നിന്ന് വരുന്നില്ല. ഇക്വേഷൻ നോക്കുമ്പോൾ എക്സിന്റെ പവർ 1 ആയിരിക്കും. ഓക്കെ, എക്സ് ഉണ്ടെങ്കിൽ എക്സിന്റെ പവർ 1 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഏഴ് നോക്കുമ്പോൾ 0. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വീണ്ടും കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഈ സോണത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ അവിടെ എക്സിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0 അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. 0.375 ഇത് -2. ഓക്കെ, ഇനി ഷെയ്ഡ് ചെയ്യാം. പേര് ABCD ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 6-7 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത റൂൾസ് സെയിം ആണ്. നമ്മളിവിടെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ അവിടെ എടുത്തു, രണ്ട് സെക്ഷൻ പുറത്തെടുത്തു. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴും സെക്ഷൻ എടുക്കാം. റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നുള്ള ഒരു കമ്പൾസറി ആയിട്ട് ഏത് ഭാഗത്ത് പോകണം നിർബന്ധമൊന്നുമില്ല. റൂൾസ് മനസ്സിലാക്കിയിട്ട് ആർക്കും ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് ലെഫ്റ്റ് എന്ന് എടുത്തിട്ടും അല്ലെങ്കിൽ ഫുൾ റൈറ്റ് എന്ന് എടുത്തിട്ടും ചെയ്ത് നോക്കാം. സെയിം വാല്യൂ വരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം, ഫിഗർ സെയിം ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പോയിന്റിൽ കർവ് എടുക്കുന്ന പോയിന്റിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, കർവാക്കി വിചാരിക്കരുത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക, കർവ് എടുക്കുക എന്നുള്ളത്. പരാബോളിക് എങ്ങനെയാണ്, കർവ് എങ്ങനെ, എന്താണ് സ്ട്രെയിറ്റ് ആണ് എങ്ങനെയാണുള്ളത്. യു ഡിയിൽ വരുന്ന കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ സ്ട്രെയിറ്റ് ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ കർവ് ആയിരിക്കും. ഇവിടെ പോയിന്റോട് വരുന്ന കേസിൽ അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഷിയർ ഫോഴ്സ് ആയാലും ബെൻഡിങ് മൊമെന്റ് ആയാലും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്ക്. അപ്പോൾ ഈ പ്രോബ്ലം ഇവിടെ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.